നമസ്കാരം. കൃഷ്ണാനുമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദിവ്യ കാരുണ്യം കൊണ്ട് ഒരിക്കൽ കൂടി സത്സംഗത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേരാൻ സാധിച്ചിരിക്കുകയാണ്. ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദ മനുഷ്യം ഹൃദയ ഭാവയാമി, ഹരികൃഷ്ണപാദ മനുഷ്യം ഹൃദയ ഭാവയാമി. ഇന്ന് നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണൻ ശ്രീലകത്തെ രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ ഓടക്കോല് പിടിച്ച് നിൽക്കുന്ന കുഞ്ഞു ഉണ്ണികൃഷ്ണനാണ്. ആ ഉണ്ണികൃഷ്ണനെ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സത്സംഗത്തിൻ്റെ ശ്രേഷ്ഠ ആചാര്യ സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കട്ടെ അല്ലേ. എന്നാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ വീണ്ടും നമസ്കരിച്ചുകൊണ്ട് എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ ക്ഷമിക്കണേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്, കുറേ പേര് സവിതാ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല, മറുപടി കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അവരുടെയൊക്കെ ചോദ്യത്തിന് ഞാൻ ഓൾറെഡി മറുപടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പല വീഡിയോസും നിങ്ങൾ മുഴുവനായിട്ടും കാണുന്നില്ല, അതെനിക്ക് വലിയ പരാതി ഉണ്ട് കേട്ടോ. ഞാനിത് പറയുമ്പോൾ ഞാൻ മുഴുവൻ കാണാറുണ്ട് എന്ന് പറഞ്ഞ് കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ആ മെസ്സേജ് അയക്കുന്നവർ മുഴുവൻ കാണാറുണ്ടായിരിക്കാം, പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ ആൾ തന്നെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ ഞാൻ ആ വ്യക്തിയുടെ ക്വസ്റ്റ്യൻ തന്നെയാണ് മുൻപെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന് മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചോദ്യത്തിന് ഉത്തരം പറയാൻ ആവർത്തന വിരസതയെ തോന്നാറില്ല കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോ റെഫർ ചെയ്തോളൂ, വേറൊരാൾ ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും ഞാൻ പറയാറില്ല. പക്ഷെ ഒരേ ആൾ തന്നെ ഒരേ ചോദ്യം തന്നെ വീണ്ടും 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 ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ആ വ്യക്തി ആ ഉത്തരം കണ്ടിട്ടില്ല എന്നാണ്. അപ്പോൾ ആ ഒരു എപ്പിസോഡ് നിങ്ങൾ മിസ് ചെയ്യാതെ എപ്പിസോഡ് കാണൂ, മുഴുവനായിട്ടും കാണൂ. അപ്പോഴല്ലേ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എങ്കിലും നിങ്ങൾ മുഴുവനാക്കൂ കേട്ടോ. ഉത്തരം അറിയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയാ അതറിയാം? അതിനോട്ട് അവസാനം വരെ കണ്ടാലല്ലേ അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യം ചോദിക്കൂന്ന് ഞാൻ തന്നെയാണ് പറയണേ. ഉത്തരം അറിയുക എന്നുള്ളത് നിങ്ങളുടെ അവകാശം തന്നെയാണ്. എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം, ഉത്തരം കിട്ടുന്നത് വരെ ചോദിക്കാം. പക്ഷേ ആ ചോദ്യകർത്താവ് എപ്പിസോഡ് മുഴുവനായിട്ടും കാണണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി എനിക്കുണ്ട് കേട്ടോ. എവിടെയെങ്കിലും നിങ്ങളുടെ ഉത്തരം ഉണ്ടായില്ലെങ്കിൽ പോരെ ആവർത്തിക്കാം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഷീജ ബിനു എന്ന ഭക്തയാണ്. സവിത, ഞാൻ 2-3 പ്രാവശ്യം ചോദിച്ചതാണ്, റിപ്ലൈ കിട്ടിയില്ല. അതിനാൽ ഒരിക്കൽ കൂടി ചോദിക്കുന്നു, നമസ്കരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമോ? റിപ്ലൈ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഷീജ ബിനു എന്ന ഭക്ത ചോദിച്ചിട്ടല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്, പക്ഷെ ഞാൻ എൻ്റെ കഴിഞ്ഞ 2-3 എപ്പിസോഡിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും 12 നമസ്കാരത്തിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാം, പക്ഷെ സാങ്കേതിക തടസ്സങ്ങൾ കാരണം എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കാത്തതാണ്. തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഞാൻ എത്രയും വേഗം തന്നെ ഞാൻ ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട്, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് ദേഷ്യം വരും, ഭയങ്കര ദേഷ്യം. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല, എന്താ അപ്പോൾ എങ്ങനെ എന്നാണ് ചോദിച്ചിരിക്കുന്നത് മഞ്ജു എന്ന ഭക്ത. ദേഷ്യം എന്ന് പറയുന്നത് നമ്മൾ മറച്ചു പിടിക്കേണ്ട ഒരു ഫീലിംഗ് ആണ് എന്നാണ് കേട്ടോ ആചാര്യൻ പറയാറുള്ളത്. നോക്കൂ, കാമം എന്ന ആ ഒരു ഫീല് നമ്മൾ എത്രത്തോളം സീക്രട്ട് ആക്കി വെക്കാൻ ശ്രമിക്കുമോ അത്രത്തോളം തന്നെ സീക്രട്ട് ആക്കി വെക്കേണ്ട ഒരു ഫീലിംഗ് ആണത്രേ ഈ ക്രോധം എന്ന് പറയുന്നത്. അതിന് നമ്മൾ അങ്ങനെ മറയൊന്നും കാണിക്കാറില്ല അല്ലേ. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വന്നാൽ അടുത്തിരിക്കുന്നത് ആരാന്നൊന്നും നോക്കില്ല, നമ്മൾ എവിടെയാണ് നിൽക്കണേ നോക്കില്ല, എപ്പോഴും നമ്മൾ വഴക്കുണ്ടാക്കും അല്ലേ. ഇത് പറയുന്ന ഞാൻ പോലും 5 നിമിഷം മുമ്പ് ഭദ്രകാളി രൂപം പൂണ്ടതാണ് കേട്ടോ. ഒരു സംശയവും അതിൽ. ആരോടൊക്കെയാ ചൂടാവാൻ പറ്റുക അവരോടൊക്കെ ചൂടാവുകയും ചെയ്യും. അങ്ങനെയൊന്നും അല്ല വേണ്ടത് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ഗുരുനാഥൻ അനുസ്മരിക്കാറുള്ളത്, ആചാര്യൻ അനുസ്മരിക്കാറുള്ളത് എപ്പോഴും നമ്മൾ ഈ 2 വികാരത്തെയും, ഇവർ ബ്രദേഴ്സാന്ന് പറയാറുണ്ട് കേട്ടോ, ഏട്ടാനിയന്മാരാണ് അത്രേ കാമവും ക്രോധവും. അപ്പോൾ ഇവർ രണ്ടുപേരും നമ്മിലേക്ക് വരുമ്പോൾ നമ്മൾ ഓടി ഒളിക്കണം എന്നാണ് പറയുക ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊന്നും സാധിക്കില്ലെങ്കിൽ ഇവരെ നമുക്ക് ഓടി ഒളിപ്പിച്ച് വെക്കാൻ സാധിക്കും. എങ്ങനെയാണെന്നറിയോ? ഒരിക്കലും ദേഷ്യപ്പെടാത്ത ഒരു ഈശ്വരനെയാണ് നമ്മൾ എപ്പോഴും ആശ്രയിക്കുന്നത്. അദ്ദേഹത്തിനെ ചിരിച്ചല്ലാതെ ഏതെങ്കിലും സന്ദർഭത്തിൽ കണ്ടിട്ടുണ്ടോ? കംസവധം എന്ന അവതാര ഉദ്ദേശത്തിലെ ഏറ്റവും പ്രധാന ഉദ്ദേശം കംസവധം എന്ന് പറയാൻ, ഭൂമിയുടെ ഭാരം തീർക്കാൻ എന്ന് പറഞ്ഞ് ഭൂമിദേവി പരാതി പറയുന്നതിൽ ഏറ്റവും ആദ്യ സ്ഥാനമുണ്ട് കംസന്. കംസവധം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ അവതാരത്തിൻ്റെ പരമലക്ഷ്യം തന്നെയാണ്. ഈ ഒരു സമയത്ത് ആ കംസവധം പറയുന്ന സമയത്ത് ആചാര്യൻ പറയുന്നത് ശരിക്കും കേൾക്കേണ്ടത് തന്നെയാണ് കേട്ടോ.
എന്തൊക്കെയാ അമ്മാവ സുഖല്ലേ എന്ന് ചോദിച്ചിട്ട് ആ ഭഗവാൻ ഇങ്ങോട്ട് ചെല്ലാന്നാ പറഞ്ഞേ. ഈ 17 ലോകങ്ങളും എൻ്റെ ഉള്ളിലാണെന്ന് കരുതിയിട്ട് ഒന്നങ്ങോട്ട് നെഞ്ചത്തേക്ക് ചാടിയതും കഥ അവിടെ കഴിഞ്ഞു. അത്രയേ ഉള്ളൂ, ചിരിച്ചുകൊണ്ടാണത്രേ. അങ്ങനെയും കൂടി പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, അത്രയും ക്രോധം എന്താണെന്നറിയാത്ത ഉണ്ണികൃഷ്ണൻ ഭഗവാന്റെ ആ ഒരു കാലഘട്ടം മുഴുവനായിട്ട് എടുത്തു നോക്കിയാലും 2-3 സന്ദർഭത്തിൽ തിട്ടപ്പെടുത്താവുന്ന അത്രയും തവണ മാത്രമേ ഭഗവാന് ക്രോധം വന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുള്ളൂ എന്നാണ്. അതിന് എത്രയോ സന്ദർഭങ്ങളും അവസരങ്ങളും ഉണ്ടായിട്ടും അങ്ങനെ ഒരു ഫീലിംഗ് കണ്ടിട്ടേ ഇല്ല അത്രേ. ചിരിച്ച ഉണ്ണികൃഷ്ണൻ. നമ്മളാണെങ്കിലും അങ്ങനെ ഒന്നല്ലേ, ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഉണ്ണികൃഷ്ണൻ എങ്ങനെയാ വരിക? ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് അമ്പും വില്ലുമൊക്കെ എടുത്ത്, അതല്ലെങ്കിൽ ആ ഓടക്കോലൊക്കെ അവിടെ വെച്ചിട്ട് ഗദാചക്രത്തോട് കൂടിയിട്ട്, ഇങ്ങനെയൊന്നും അല്ലല്ലോ നമ്മുടെ ഉള്ളിലേക്ക് വരിക. ചിരിച്ചുകൊണ്ട് അങ്ങനെ വരുന്നതല്ലേ നമുക്ക് തോന്നുക. അപ്പോൾ അങ്ങനെയുള്ള ഈശ്വരനെ ഭജിക്കണം നമ്മൾ, ക്രോധത്തിനടിമപ്പെടുക പറഞ്ഞാൽ അത് ഇത്തിരി രണ്ടാം തരം കാര്യം തന്നെയാണ് അല്ലേ. അതിന് ഏറ്റവും നല്ലൊരു മാർഗ്ഗമുണ്ട്. നല്ലോണം ദേഷ്യം വരുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ഒന്ന് കണ്ണടയ്ക്കുക, എന്നിട്ട് ഉണ്ണീ കൃഷ്ണ എന്നൊന്ന് വിളിച്ചു നോക്കൂ. ഉണ്ണീ കൃഷ്ണ എന്നൊന്ന് നീട്ടി വിളിച്ചാൽ മതി കേട്ടോ. ആ നീട്ടി വിളിയിൽ ചിരിച്ചുകൊണ്ട് ഒരു മുഖം ഇങ്ങനെ നമ്മുടെ മനസ്സിലിങ്ങനെ മിന്നി മാഞ്ഞുകൊണ്ടിരിക്കും. ആ മുഖം കണ്ടാൽ പിന്നെ എങ്ങനെയാ നമുക്ക് ചൂടാവാൻ തോന്നുക? ആരോടാ നമുക്ക് ചൂടാവാൻ തോന്നുക? അപ്പോൾ ഇത് പ്രാക്ടിക്കലാക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ. ആസ് എ മദർ എനിക്ക് ഒട്ടും പറ്റാറില്ല. ഞാൻ അതും പറയുന്നു. ഞാനിതാ 5 മിനിറ്റ് മുൻപ് കൂടി ചൂടായിട്ടുണ്ട് എന്ന് പറഞ്ഞത് എൻ്റെ മകളോട് തന്നെയാണ്. എന്നാലും ഞാൻ പറയാണ്, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് സാധ്യമാവണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. നിങ്ങളും ഒന്ന് ശ്രമിച്ചു നോക്കൂ. നല്ല ദേഷ്യം വരുന്ന സമയത്ത് കണ്ണടച്ച് ഉണ്ണികൃഷ്ണ എന്നൊന്ന് വിളിക്കുക. ആ നിമിഷം ഉണ്ണികൃഷ്ണൻ നമ്മുടെ മനസ്സിലെ ഹൃദയത്തിലിരുന്ന് ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ടാവും. ആ പുഞ്ചിരി കണ്ടാലുണ്ടല്ലോ നമ്മുടെ ദേഷ്യമൊക്കെ എങ്ങോട്ടോ പോകും കേട്ടോ. അപ്പോൾ ഇതൊന്ന് മഞ്ജു പ്രാക്ടിക്കലാക്കാൻ ശ്രമിച്ചു നോക്കൂ. ഇനി അടുത്തതായിട്ട് എനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ ഭജന ഇരിക്കാൻ ആഗ്രഹമുണ്ട്. എനിക്ക് അവിടുത്തെ ചിട്ടവട്ടം ഒന്നും അറിയില്ല. അറിയുമെങ്കിലും ഒന്ന് പറഞ്ഞു തരും മോളെ എന്നാണ് ചന്ദ്രിക എന്ന ഭക്ത ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും പറയാം. ഒരു 10 പേരെങ്കിലും ഇതിന് താഴെ ഭജന ഇരിക്കുന്ന വീഡിയോ വേണം എന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയാം. ഞാനിങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ, ആവർത്തന വിരസത എനിക്കൊരു ചോദ്യത്തിനും തോന്നാറില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഭജന ഇരിക്കുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള അത്രയും വലിയൊരു സബ്ജക്റ്റാണ്. അതിനെ ചുരുക്കാൻ ഞാൻ ഒരിക്കൽ ശ്രമിച്ചതാണ്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയും അത് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ വീണ്ടും ചെയ്യാൻ തയ്യാറാണ്. അതല്ല, അത്രയും കമൻസ് ഒന്നും വന്നിട്ടില്ല എന്നാണെങ്കിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മളുടെ ഈ ചാനലിൽ തന്നെ വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭജന ഇരിക്കേണ്ട വിധം എന്ന ഹെഡിങ്ങോട് കൂടിയിട്ട് തന്നെ അങ്ങനെ ഒരു വീഡിയോ കാണാൻ സാധിക്കും. നോക്കി നോക്കൂ കേട്ടോ, കിട്ടുമെന്ന്. ഇല്ലെങ്കിൽ താഴെ വീണ്ടും കമൻറ്റ് ചെയ്തോളൂ. അടുത്തതായിട്ട് വാട്സപ്പ് നമ്പർ ഒന്ന് തരുമോ എന്ന് സബിത KV എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. പക്ഷേ മുൻപേ തന്നെ ഞാൻ പറയുന്നു, ഞാൻ വാട്സപ്പ് നോക്കാറില്ല. ഒരു ദിവസം 10 മെസ്സേജേ ഞാൻ വാട്സപ്പിൽ നോക്കാറുള്ളൂ. 10 എന്നൊരു കണക്ക് ഞാൻ വെക്കാൻ കാരണം, പല ദിവസങ്ങളിലും ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്യാതെ വിടാറുണ്ട്. പലർക്കും അതൊരു പരാതിയായി വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ 10 മെസ്സേജ് ഞാൻ നോക്കാറുണ്ട്. എൻ്റെ ഈ പരിമിതികളെ നിങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കൂ കേട്ടോ. ഞാൻ ഒരുപാട് തിരക്കുകളിലൂടെയാണ് ഇപ്പം കടന്നു പോകുന്നത്. വെറും ഒരു വീട്ടമ്മ കേട്ടോ, വേറെ പ്രത്യേകിച്ച് ഒരു ജോലിയും ചെയ്യാത്ത ആളാണ്. വെറും ഒരു വീട്ടമ്മയാണ്. പക്ഷേ എന്നാൽ പോലും എനിക്ക് എല്ലാവരുടെയും സംശയങ്ങൾക്ക് മറുപടി പറയാനുള്ള സമയം കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ്, എൻ്റെ മാത്രം കുഴപ്പമാണ്. അത് നിങ്ങളൊന്ന് ഉൾക്കൊള്ളൂ, എൻ്റെ കൂടെ ഒന്ന് നിൽക്കൂ കേട്ടോ. വാട്സപ്പ് ലിങ്കുകളും താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കാണ്. ആവശ്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. പിന്നെ ഈ 10 മെസ്സേജിൽ നിങ്ങൾ പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആൻസർ തരുന്നതാണ് കേട്ടോ. റാൻഡംലി ഒരു 10 മെസ്സേജ് നോക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തതായിട്ട് രഞ്ജി എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മോൻ്റെ ചർമ്മരോഗം മാറാൻ പ്രാർത്ഥിക്കണേ. സവിതയിലൂടെ കൃഷ്ണനെ അറിയാൻ തുടങ്ങിയത്. എൻ്റെ ചോദ്യത്തിന് മാത്രം ഒന്നും പറയാറില്ല, എന്നാലും സവിത എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു. ഞാൻ ഉൾക്കൊള്ളുന്നു. ഞാൻ ഈ ഒരു പേര് വായിച്ചതായിട്ട് പോലും ഓർക്കുന്നില്ല. ശരിയാണ്, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നോക്കൂ, ഇതിൽ ചോദിച്ച ഉത്തരങ്ങളൊക്കെ ഭഗവാൻ കാണിച്ചു തരുന്നതിന് ഉത്തരം പറയുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ എടുക്കണം കേട്ടോ. ഏതെങ്കിലും ചോദ്യങ്ങൾ ഞാൻ
വിട്ടു പോകുന്നുണ്ട് എന്ന് തോന്നിയാൽ നിങ്ങൾ വീണ്ടും ചോദിക്കണം. പക്ഷെ വീണ്ടും ചോദിക്കുന്ന ആൾക്കാർ ഉറപ്പ് വരുത്തണം കേട്ടോ. ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് ഉറപ്പ് വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ചോദിക്കാൻ പാടുള്ളൂ കേട്ടോ. ഇനി അടുത്തതായിട്ട് സാനിയ എന്നൊരു ഭക്തയാണ്. നിങ്ങളിങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? വീഡിയോ ഇട്ട് വന്നെങ്കിൽ ദശകം എവിടെന്ന് എടുത്തു ചൊല്ലാൻ? സാധാരണ യൂട്യൂബേഴ്സ് ഓരോന്നിനും ഓരോ മന്ത്രം പറഞ്ഞു തരികയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യൂ. ഈ ദശകം കിട്ടാൻ ഞങ്ങൾക്ക് ഇതിൻ്റെ പുസ്തകമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് സാനിയോട് മാത്രമല്ല, എനിക്ക് എല്ലാവരോടും കൂടിയിട്ടാണ് പറയാനുള്ളത്. ഇന്ന ശ്ലോകം ചൊല്ലിയാൽ ഇന്നത് കിട്ടും എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. എന്നിട്ടും ഞാൻ അനവധി കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്നിട്ടും ഞാൻ പറയുകയാണ്, എനിക്ക് ഒരു ശ്ലോകം, ഈ ശ്ലോകം ചൊല്ലിക്കൊള്ളൂ കേട്ടോ, നിങ്ങൾക്ക് സർവം കിട്ടും, എല്ലാം സർവസ്വവും കിട്ടും എന്ന് പറയാൻ എൻ്റെ കണ്ണിൽ ഗുരുവായൂരപ്പൻ ഒരു ATM മെഷീൻ അല്ല. നമ്മളുടെ ഈ മന്ത്രം ATM കാർഡല്ല. അതിൽ നിന്ന് കിട്ടുന്ന പണം നമ്മൾക്ക് കിട്ടാൻ പോകുന്ന ഫലസിദ്ധിയല്ല. ഞാൻ ഒരിക്കലും ഗുരുവായൂരപ്പനെ അങ്ങനെയല്ല കണക്കാക്കുന്നത്. ഞാൻ എങ്ങനെയാണോ ഗുരുവായൂരപ്പനെ കാണുന്നത് അങ്ങനെ കാണാനേ എനിക്ക് നിങ്ങളോടും പറയാൻ പറ്റുള്ളൂ. ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണ്ണികൃഷ്ണനാണ്, നമ്മുടെ സർവസ്വമാണ്. നമ്മൾ അദ്ദേഹത്തിനെ സ്നേഹിക്കുകയാണ് വേണ്ടത്. ബാക്കി നമ്മുടെ ജീവിതത്തിൽ വരുന്ന എന്തും അത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമാണെന്ന് കരുതി സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഇന്ന ശ്ലോകം ചൊല്ലിക്കോളൂ കേട്ടോ, ഇന്നത് കിട്ടും എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. എന്നിട്ടും ഞാൻ പറയാറുണ്ട്, മക്കളുടെ പഠന കാര്യങ്ങൾക്ക് എന്താ ചെല്ലേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറയാറുണ്ട്, ബാണയുദ്ധം ചൊല്ലിക്കോളൂ കേട്ടോ, ജീവിത വിജയത്തിന് എന്ന് പറയാറുണ്ട് കേട്ടോ. ദാരിദ്ര്യ ദുഃഖം മാറാൻ എന്താ ചെയ്യേണ്ടത്? നാരായണീയത്തിലെ 87ാമത്തെ ദശകം ചൊല്ലിക്കോളൂ കേട്ടോ എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പം ഈ ദശകങ്ങൾ ചൊല്ലുക എന്ന് പറയുന്നതിന് പകരം ആ ശ്ലോകങ്ങൾ ചൊല്ലിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. ഈ ശ്ലോകങ്ങളൊക്കെ ഉണ്ടല്ലോ, എടുത്ത് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റേതായ ഒരു പ്രാധാന്യം അതിന് കൊടുത്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അല്ലാതെ വെറുതെ യൂട്യൂബിൽ വന്ന് കുറേ മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് ആ മന്ത്രങ്ങളൊക്കെ തോന്നിയ പോലെ ചൊല്ലി അങ്ങനെയല്ല വേണ്ടത്. ഒരു ഗുരുമുഖത്ത് നിന്ന് ഉപദേശം സ്വീകരിച്ച് ചെയ്യേണ്ടതാണ് നാരായണീയവും ഭാഗവതവും പോലെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങളിൽ പലർക്കും സംശയം തോന്നും, ഞാൻ നാരായണീയം വായിക്കേണ്ട സവിതേ, ഞാൻ ഗുരുമുഖത്ത് നിന്ന് ഉപദേശം നേടിയതല്ല എന്ന്. പക്ഷെ അതിനുള്ള സൊല്യൂഷനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഗുരുമുഖത്ത് നിന്ന് നിങ്ങൾക്ക് ഉപദേശം നേടാൻ സാധിച്ചില്ലെങ്കിൽ ഗുരുവായൂരപ്പനെ തന്നെ നമ്മളുടെ അഖില ഗുരുവായി കണക്കാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യയായിക്കൊണ്ട് അല്ലെങ്കിൽ ശിഷ്യനായിക്കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാരായണീയമോ ഭാഗവതമോ ഭഗവത്ഗീതയോ എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ ചൊല്ലാൻ സാധിക്കും. അതിന് ഗുരുമുഖത്തിൻ്റെ ഉപദേശം എന്താണ് വേണ്ടെന്ന് പറയണേ? അഖില ഗുരുവായ ഭഗവാനെ നമ്മൾ ഗുരുവായിട്ട് കണക്കാക്കുന്നത് കൊണ്ടാണ്. അതല്ലാതെ ഒരു യൂട്യൂബ് ചാനലിൽ വന്ന് ഇരുന്നു കൊണ്ട് ഒരു ഉപദേശത്തോടു കൂടിയോ മഹാത്മ്യത്തോടു കൂടിയോ ഭംഗിയായും ചിട്ടയായും അതിൻ്റെ രീതിയിലും പറയാതെ വെറുതെ നിന്ന് ഇന്ന ശ്ലോകം ചൊല്ലിക്കോളൂ കേട്ടോ, നിങ്ങൾക്ക് ഇന്നത് കിട്ടും എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. ഒരിക്കൽ ഒരു ഭക്ത എന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സവിത ഇപ്പോൾ എവിടെയാ? ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. വീടിൻ്റെ ലൊക്കേഷൻ ഒന്ന് അയച്ചു തരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു അയച്ചു തരാം. എന്താ കാര്യം എന്ന് ചോദിച്ചു. ഞാനൊരു നാരായണീയം വാങ്ങിച്ചിട്ടുണ്ട്, എനിക്കൊരു ഉപദേശം തരാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന്. ഞാൻ നാരായണീയത്തിൻ്റെ ഉപദേശം അവർക്ക് നൽകുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് ഉച്ചയോടടുത്ത സമയം. അനേകം കാര്യങ്ങൾ വേണം ഒരു നാരായണീയ ഉപദേശം ചെയ്യണം എങ്കിൽ. ഒന്നാമത്, ഉപദേശം തേടുന്ന വ്യക്തി ഗുരുവായി കണക്കാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നെയാണല്ലോ. എനിക്ക് നാരായണീയത്തിൽ എത്രത്തോളം പ്രാവീണ്യം ഉണ്ട് എന്നുള്ളത് ഒന്നാമത് മനസ്സിലാക്കേണ്ടുന്ന കാര്യം. രണ്ടാമതായിട്ട്, നിങ്ങൾ ഈ ഗുരുമുഖത്ത് നിന്ന് ഇത് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഗുരുവിന് ഒഴിവുണ്ടോ, ഈ സമയം ഈ സന്ദർഭം ഇത് ചെയ്യാൻ നല്ലതാണോ എന്നുള്ളത് നോക്കണം. ശുദ്ധമാണോ? ഞാനൊരു സ്ത്രീയല്ലേ, ഞാൻ ശുദ്ധമാണോ എന്ന് നോക്കണം. ഇത് ഭഗവാന്റെ അനുമതിയോടുകൂടി ചെയ്യണം. അനേകം കാര്യങ്ങളുണ്ട്. വെറുതെ വിളിച്ചിട്ട് എനിക്കൊന്ന് ഉപദേശം തന്നോളൂ കേട്ടോ, ഞാൻ പുസ്തകം വാങ്ങി എന്ന് പറയുന്നത് ശരിയല്ല. അപ്പം ഞാൻ പറഞ്ഞു പറ്റില്ല, കാരണം എനിക്കൊരു ഉപദേശം നൽകാൻ മാത്രം അറിവ് നേടുന്നേ ഉള്ളൂ ഞാൻ. ഇപ്പം ഞാനത് നേടിയെന്ന് അവകാശപ്പെടുന്നില്ല, അതുകൊണ്ട് എനിക്കത് സാധ്യമല്ല എന്ന് ഞാൻ പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം എന്നെ വിളിച്ചിട്ടേ ഇല്ല കേട്ടോ. പിന്നെ ഇത്രയും കാലമായിട്ട് എന്നെ വിളിച്ചിട്ടില്ല. അപ്പോൾ അവർക്കത് അലോഹ്യമായി എന്ന് വേണം കരുതാൻ എന്ന് വിചാരിക്കണു ഞാൻ. അങ്ങനെ അലോഹ്യപ്പെടാൻ മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടില്ല, അതിൻ്റെ
ഒരു ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. പ്രാധാന്യം അത്രത്തോളം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ഉപദേശം തേടുകയാണെങ്കിൽ ആ നല്ലൊരു ഗുരുവിനെ കണ്ടെത്തി ഉപദേശം തേടുക. ഇനി പല ആളുകളും പറയാറുണ്ട് സവിതയാണ് എൻ്റെ ഗുരു. അപ്പോൾ സവിതയിലൂടെയാണ് ഞാൻ നാരായണീയം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്, ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ. ഇങ്ങനെ പറയുന്ന ആൾക്കാരെ ഒട്ടും നിരാശ വിചാരിക്കേണ്ട. തീർച്ചയായിട്ടും നമുക്കും ഒരു ദിവസം വരും, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് നാരായണീയം ഒരു ക്ലാസ് പോലെ തന്നെ പഠന വിഷയമാക്കിക്കൊണ്ട് തന്നെ ഈ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗുരുവായൂരപ്പൻ അങ്ങനെ ഒരു അവസരം നമുക്ക് എല്ലാവർക്കും തരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, അധികം താമസമില്ലാതെ. അല്ലാതെ ഇൻസ്റ്റൻ്റ് ആയിട്ട് മന്ത്രം ലഭിക്കുന്ന ഒരു ചാനലാണ് ഇതെന്ന് നിങ്ങൾ ഒരിക്കലും കണക്കാക്കണ്ട. അങ്ങനെ ഒരു ഇൻസ്റ്റൻറ്റ് മന്ത്രം ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല കേട്ടോ. എന്നിട്ടും ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഗോപാല മന്ത്രങ്ങൾ പറയാറുണ്ട്. എന്താ പറയുക, വിദ്യാഗോപാല മന്ത്രം ചൊല്ലിക്കോളൂ, സന്താന ഗോപാല മന്ത്രം ചൊല്ലിക്കോളൂ, അത് ഇന്നതാണ് എന്ന് പറയാറുണ്ട്. പിന്നെ ഞാൻ അവിടെ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുന്ന സമയത്ത് ഇന്ന മന്ത്രങ്ങൾ ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ആ മന്ത്രങ്ങളൊക്കെ ചെറിയ മന്ത്രങ്ങളാണ്, പറയാൻ പാടുന്ന മന്ത്രങ്ങളാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ്. അതല്ലാതെ നാരായണീയവും ഭാഗവതവും ഒന്നും ഞാൻ, അനേകം പേര് എന്നോട് നാരായണ കവചം ചൊല്ലിയിടൂ എന്ന് പറഞ്ഞു. പക്ഷെ നാരായണ കവചം എന്ന് പറയുന്നത് ഭാഗവതത്തിൻ്റെ ഒരു ഭാഗമാണ്. അതങ്ങനെ എങ്ങനെയും ചൊല്ലിയിട്ട് യൂട്യൂബിൽ ഇടണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ ചെയ്യാൻ തയ്യാറില്ല കേട്ടോ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിനൊക്കെ ഇതിൻ്റെതായ രീതിയുണ്ട്, ക്ഷമിക്കൂ എന്നാണ് കേട്ടോ. ക്ഷമിക്കൂ, ക്ഷമയോടെ കാത്തിരിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്തതായിട്ട്, മനസ്സിന് ഒരു സമാധാനവും ഇല്ല, എന്തൊക്കെ ചിന്തകൾ വരുന്നു ഒന്നും മനസ്സിന് സമാധാനം തരുന്നില്ല. നാരായണീയം എഴുതുന്നുണ്ട്, ദശകം 10 പൂർത്തിയാക്കി, എത്രയും വേഗം സമർപ്പിക്കണം, ചില ദിവസം എഴുതാനും തോന്നാറില്ല എന്നാണ് സ്നേഹ വിവേക് എന്ന ഭക്ത പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സ്നേഹ, നമുക്ക് പല ദിവസങ്ങളും മൂഡ് ഔട്ടായിട്ടും ഭയങ്കര ഡൗൺ ആയിട്ടും ഒക്കെ തോന്നുന്ന ദിവസങ്ങളുണ്ടായിരിക്കും. അത്തരം ദിവസങ്ങളിൽ നമ്മൾ ഒന്നും ചെയ്യണ്ട, നാരായണീയം വായിക്കേണ്ട, നാമം എഴുതണ്ട, ഒന്നും ചെയ്യണ്ട. എന്താ ചെയ്യണ്ടേ? അപ്പം നമ്മൾ അന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കേണ്ട ദിവസമാണോ? ഒരിക്കലും അല്ല. ഒരു ദിവസം ഒരു നിമിഷം പോലും ഡിറ്റാച്ച്ഡ് ആയിട്ട് ഗുരുവായൂരപ്പനിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുകയേ ചെയ്യരുത്. ഗുരുവായൂരപ്പനിൽ നിന്ന് അവധി എടുക്കുന്ന ദിവസങ്ങൾ, അങ്ങനെ ഒരു ദിവസങ്ങൾ ഉണ്ടാവുകയും ചെയ്യരുത്. പകരം എന്താ ചെയ്യണ്ടേ? പകരം നിങ്ങൾ ഇത്രേ ചെയ്യാനുള്ളൂ, ഭഗവാനോട് സംസാരിക്കുക, ധാരാളമായിട്ട് സംസാരിക്കുക. ഇങ്ങനെ പറയാ, ഉണ്ണി കൃഷ്ണ ഇന്നൊരു അലസ ദിവസമാണ് കേട്ടോ, എനിക്കൊന്നും ചെയ്യാൻ തോന്നണില്ല, ഞാൻ രാവിലെ തൊട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, എനിക്ക് തോന്നണില്ല. ഇങ്ങനെ അങ്ങോട്ട് ആ സംസാരം പുരോഗമിച്ച് പോകുമ്പോൾ എന്താ ഉണ്ടാവുക എന്നറിയോ? നമ്മുടെ ഉണ്ണികൃഷ്ണനെ ഓരോന്നിനും ഇങ്ങനെ ഉത്തരം പറയാൻ തുടങ്ങും. എനിക്കിപ്പോൾ എന്താ ഇങ്ങനെ വന്നത് എന്ന് നിശല്യാലോ, എനിക്കിതാ കയ്യും കാലും ഒക്കെ കുഴയുണ്ട് കേട്ടോ, എന്താണെന്നറിയില്ല ഉണ്ണികൃഷ്ണ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ഉണ്ണികൃഷ്ണൻ ചോദിക്കും, നീ എങ്ങനെയാ രാവിലെ ഭക്ഷണം കഴിച്ചിരുന്നു എന്ന്. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുക, ഇല്ല കേട്ടോ ഞാൻ ഭക്ഷണം കഴിച്ചില്ല, മറന്നുപോയി തിരക്കിൻ്റെ ഇടയിൽ. അപ്പം എന്നാ ഒന്ന് ഇത്തിരി എന്തെങ്കിലും ഒന്ന് കഴിച്ചോ, കുറച്ച് വെള്ളം കുടിച്ചു നോക്കൂ, ഒക്കെ നേരെയാവും എന്ന് പറയും. ആരാ പറയുക? ഉള്ളിലിരുന്ന് ഉണ്ണികൃഷ്ണൻ പറയണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ എന്താ ചെയ്യുക? നേരെ വന്ന് കുറച്ച് ഭക്ഷണം കഴിക്കുക, കുറച്ച് വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്താൽ കുറച്ചൊരു ആശ്വാസം, ഒരു എനർജറ്റിക് ആയിട്ട് തോന്നും. അപ്പം നമ്മൾ പിന്നെയും പറയും, എന്തൊക്കെ ചെയ്തിട്ടും ഭഗവാനെ ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ, ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറി, മനസ്സിൻ്റെ ആ വിഷമമുണ്ടല്ലോ അതങ്ങോട്ട് തീരണില്ല എന്ന് പറയും. അപ്പോൾ ഉണ്ണികൃഷ്ണൻ എന്താ പറയുക? ഒട്ടും പരിഭ്രമിക്കണ്ട, നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം എന്ന്. ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ പറയുമോ? തീർച്ചയായിട്ടും പറയും. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ, തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ ഉത്തരം പറഞ്ഞു തരും. ഓരോ ചോദ്യത്തിനും അദ്ദേഹത്തിൻ്റെ കയ്യിൽ വ്യക്തമായ മറുപടി ഉണ്ട്. ഇന്ന് കരുതി നമ്മൾ വലിയ ചോദ്യമൊന്നും പോയി ചോദിക്കരുത് കേട്ടോ. ഉണ്ണികൃഷ്ണ, ഞാനുണ്ടല്ലോ, ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് ഉദ്ദേശിച്ച സമയത്തല്ല എത്തിയത്, എന്തുകൊണ്ടാ? ഇത്ര വലിയൊരു ചോദ്യം ചോദിച്ചാൽ ഭഗവാൻ ചിരിക്കും. എന്നിട്ട് എന്താ ഉണ്ടാവുക? ഒരു 10 ദിവസം കാത്തിരുന്നാണ്ടല്ലോ കൃത്യമായ ഉത്തരം നമ്മളിലേക്ക് എത്തും. എങ്ങനെയാണ് എത്തിയത്? ഭഗവാൻ പറഞ്ഞു തരണതാണ്. അപ്പോൾ നമുക്ക് അലസത തോന്നുന്ന ദിവസങ്ങളിലോ അതല്ലെങ്കിൽ മനസ്സ് മടുക്കുന്ന, മനസ്സമാധാനം ഇല്ല എന്ന് തോന്നുന്ന നിമിഷം വരെയാണെങ്കിൽ ഒട്ടും പരിഭ്രമിക്കാതെ ഉണ്ണികൃഷ്ണൻ്റെ അടുത്ത് പോയിരുന്ന് കുറച്ചു നേരം സംസാരിക്കുക. ഈ ഉണ്ണികൃഷ്ണൻ്റെ അടുത്ത് പോയിരിക്കുക എന്ന് പറഞ്ഞാൽ സവിത എന്താ ഉദ്ദേശിക്കുന്നത്? ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് അദ്ദേഹത്തിനെ കണ്ട് സംസാരിക്കാനാണോ? അല്ല. പൂജാമുറിയിൽ ഉമ്മർത്ത് പോയിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിക്കണം എന്നാണോ? അല്ല.
പിന്നെയോ, പിന്നെ എന്താ സവിത ഉദ്ദേശിക്കണത്? ഇത്രയേ ഉദ്ദേശിക്കണുള്ളൂ. നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഉണ്ണികൃഷ്ണനോട് സംസാരിക്കുക. ഉണ്ണികൃഷ്ണ, ഇന്ന് ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി, എന്താ അപ്പ ചെയ്യുക? ടി വി കണ്ടോണ്ടിരിക്കുക കേട്ടോ, നമ്മൾ അലസമായിട്ടിരിക്കുകയാണ്, ടി വി കണ്ടോണ്ടിരിക്കുകയാണ്, ചാനൽ ഇങ്ങനെ മാറ്റുന്നുണ്ട്, ശ്രദ്ധയൊന്നും അതിലേക്കില്ല, എന്താണെന്നറിയാത്തൊരു മനപ്രയാസം ഉള്ളിൽ കിടന്ന് കളിക്കുകയാണ്. ആ സമയത്താണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഒട്ടും പരിഭ്രമിക്കേണ്ട. ടി വി ഇങ്ങനെ അവിടെ കിടന്നിങ്ങനെ കളിച്ചോട്ടെ, അതിലേക്ക് ശ്രദ്ധ ഇല്ലല്ലോ ഏതായാലും. അതിന് പകരം എന്താ ചെയ്യേണ്ടേ? ഇവിടെ ഇരുന്ന് നമ്മൾ വർത്തമാനം പറയുക ഗുരുവായൂരപ്പനോട്. ഉണ്ണികൃഷ്ണ കണ്ടില്ലേ, ഇതാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്ന ചാനല്, ഇതെങ്ങനെയുണ്ട്, നല്ലതാണോ? ഇപ്പോൾ അനേകം പ്രശ്നപ്രതി ഇന്ന് ഒരു പ്രശസ്ത ചലച്ചിത്ര താരം, സിനിമാ താരം ശ്രീനിവാസൻ അന്തരിച്ചുല്ലോ. കണ്ടില്ലേ, നല്ലൊരു കലാകാരനായിരുന്നു അല്ലേ, ശ്രീനിവാസൻ അന്തരിച്ചു. എന്താ ഭഗവാന് പറയാനുള്ളത്? ഭഗവാൻ അതിന് ഉത്തരം പറയും. ഭഗവാൻ നമ്മുടെ കളിക്കൂട്ടുകാരനാണോ, കളിക്കാൻ നിൽക്കുന്ന ആളാണോ? ഒരിക്കലുമല്ല. യോഗയോഗേശ്വരനാണ് ഭഗവാൻ. പക്ഷേ ഈ യോഗയോഗേശ്വരനെ സമീപിക്കാൻ മാത്രമുള്ള ഒരു വലിപ്പുണ്ടല്ലോ നമുക്കായിട്ടില്ല. അപ്പം നമ്മുടെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് സമീപിക്കാൻ പറ്റുള്ളൂ ഇല്ലേ? നമ്മുടെ വലിപ്പം എന്താ? നമുക്ക് ഇത്ര പറയാനുള്ള അറിവേ ഉള്ളൂ. അപ്പൊ ഈ പറയാനുള്ള അറിവ് മതിയോ? ധാരാളം മതി. നമ്മുടെ ഉണ്ണികൃഷ്ണന് അങ്ങനെ ഒരു വിവേചനമേ ഇല്ലാത്ത ആളാണ്. അപ്പൊ അദ്ദേഹം എന്താ ചെയ്യുക? നമ്മളോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കും, യാതൊരു സംശയവും ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം എല്ലാം മാറിക്കിട്ടും. ഇനിയും അനേകം ചോദ്യങ്ങളുണ്ട്. ക്ഷമിക്കൂ ക്ഷമിക്കൂ ക്ഷമിക്കൂ, കാരണം ഞാൻ അങ്ങനെ നീട്ടി 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 കൊണ്ടുപോയ കാരണം കുറേ വലിപ്പമായി പോയി എപ്പിസോഡിന്. അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്കുള്ള ചോദ്യത്തിന് ഉത്തരവുമായി വരാമെന്ന് വിചാരിക്കുന്നു. സർവ്വരോഗ വിനാശന, സർവ്വ പാപ വിനാശന, സർവ്വ ദുഃഖ വിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ.